ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഇല്ലാത്തൊരു ഫോട്ടോ കിട്ടിയാൽ നമുക്ക് ചെയ്ത് കാണിക്കാനാണ്. പിന്നെ ബ്ലർ ഉണ്ട്. കണ്ടോ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന് എന്തില്ല, ബ്ലറില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ബ്ലർ ആഡ് ചെയ്യാൻ പോവാണ്. എഡിറ്റ് ഇമേജ്, എഫക്ട്സിൽ വരിക, ഓട്ടോ ഫോക്കസ് കൊടുക്കുക. അപ്പോൾ അവരെന്ത് തന്നെ ചെയ്യും, ഫോക്കസ് ചെയ്യും. ഒബ്ജക്റ്റിനെ അവർ ഫോക്കസ് ചെയ്യും. കണ്ടോ, ഈ ഫോക്കസ് പൊസിഷനിൽ കൺട്രോൾ ചെയ്താൽ നമുക്ക് ആരെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എത്രത്തോളം ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഈ കുട്ടീനെ സെലക്ട് ചെയ്തു. കണ്ടാ, ആ കുട്ടി മാത്രം അവിടെ നിന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ബ്ലർ ആയതുണ്ടോ. ഇനി ബ്ലറിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കുറക്കാനും കൂട്ടാനും പറ്റും. അതാണ് ഓട്ടോ ഫോക്കസിൽ വരുന്നത്. ബ്ലറിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കൂട്ടാനും കുറക്കാനും പറ്റും. ഈ സാധനമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഫോട്ടോഷോപ്പ് കംപ്ലീറ്റ് പഠിക്കണം. എന്നാലേ നിങ്ങൾക്ക് ഇത് ഫോട്ടോഷോപ്പിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോട്ടോഷോപ്പിൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഉണ്ടോ, ആ കുട്ടീനെ അവിടെ നിർത്തിയിട്ട് ഇതിൻ്റെ ഒറിജിനൽ ഫോട്ടോ കണ്ടോ, ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ. നമ്മളെന്ത് ചെയ്തു, ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്തു, പക്ക പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, ബ്ലർ ചെയ്തു. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടാ, കണ്ട പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, ബ്ലർ ചെയ്തു. വിത്തൗട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാതെ. നോർമൽ കേസിൽ എങ്ങനെയാണ് നമ്മൾ ബ്ലർ ചെയ്യാന്ന് അറിയോ, ഗ്രാബ് ഉപയോഗിച്ച് ഈ കുട്ടീനെ മാത്രം എടുക്കും, എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും, എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യം നമ്മൾ ബ്ലർ എഫക്റ്റ് ഉപയോഗിച്ച് അവിടെ ബ്ലർ ചെയ്യും, എന്നിട്ട് ഈ കുട്ടീനെ അവിടെ വെക്കും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്തു, ഇമേജിൽ പോയി ഓട്ടോ ഫോക്കസിൽ പോയി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യാൻ പറ്റും. ഇനി ഫേസ് റീടച്ച്, ഇതൊരു അടിപൊളി ഫീച്ചറാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കിന്നിനെ സ്മൂത്തനിങ് ചെയ്യാനൊക്കെ പറ്റും. ഫേസ് റീടച്ച് കറൻ്റ്ലി വർക്ക് ദ ബെസ്റ്റ് ആൻഡ് ഇൻഡിവിജ്വൽ പോർട്രേറ്റ് വിൽ ബി ലോഞ്ചിങ് ഫുൾ വേർഷൻ സൂൺ. ഫേസ് റീടച്ച് എന്ന് പറഞ്ഞത് ഇവിടെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടില്ല. അതിപ്പോൾ ഒരു ട്രയൽ പീരീഡിലാണ് കിടക്കുന്നത്. ക്യാൻവ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഫീച്ചറിനെ ഒരു ഇറക്കിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് അതവിടെ എടുക്കുമ്പോൾ അവർ പറഞ്ഞത് ലോഞ്ചിങ് സൂണാണ്. എനിക്കൊരു ട്രയൽ വെർഷൻ എനിക്ക് കിട്ടിയിരുന്നു ഫേസ് റീടച്ചിൻ്റെ. അതായത് ഒരു ഫീച്ചർ ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അതിനെ ടെസ്റ്റ് ചെയ്യാൻ കിട്ടും. അങ്ങനെ എനിക്ക് കിട്ടിയിരുന്നു ആ ഫേസ് റീടച്ച് എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ എൻ്റെ മുഖത്ത് കുറേ പിമ്പിൾസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് AI ഉപയോഗിച്ച് കളയാൻ പറ്റും. ഓക്കെ, അധികം അഡ്വാൻസ് എഡിറ്റിംഗ് ഒന്നും അറിയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, AI ഉപയോഗിച്ച് എടുക്കാൻ പറ്റും. കറൻലി അതെന്ത് ചെയ്യുക, അതല്ല, അൺഅവൈലബിൾ ആണ്. കണ്ടാ, നമുക്കത് അൺഅവൈലബിൾ. അപ്പോൾ നമുക്ക് സ്കിന്ന് സ്മൂത്തനിങ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കുട്ടീൻ്റെ സ്കിന്ന് നമ്മൾ എന്ത് ചെയ്തു, സ്മൂത്തനിങ് ചെയ്തു. അവിടെ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, സ്മൂത്തനിങ്. അതാണ് നമുക്ക് കിട്ടാത്തത്. ഫുൾ വേർഷൻ ഇറങ്ങിയിട്ടില്ല. അതിനെ ഇവരവിടെ പറയുന്നുണ്ട്, വി വിൽ ബി ലോഞ്ചിങ് ദ ഫുൾ വേർഷൻ സൂൺ. അവർ ഫുൾ വേർഷൻ ലോഞ്ച് ചെയ്യും എന്നാണ് പറഞ്ഞത്. പിന്നെ ആപ്സ് ആണ് ഇവിടെ ഉള്ളത്. ആപ്സിനെ കുറിച്ച് നമ്മൾ പിന്നെ ഇമ്പോർട്ടൻ്റ് ആപ്പ് മാത്രം നമ്മൾ പറയുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവിടെ കുറച്ചായിട്ട് ഒരു ആപ്പ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇമേജ് എഡിറ്റിങ്ങിന് വേണ്ട കുറച്ച് ആപ്പ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ആപ്പും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. എല്ലാ ആപ്പും നമ്മൾ പറയുന്നില്ല, കാരണം ഒരുപാട് ആപ്സ് പ്ലേ സ്റ്റോർ മാതിരിയാണ് അതിൻ്റെ ആപ്പ് സ്റ്റോർ. ഇഷ്ടംപോലെ ആപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നമുക്ക് വേണ്ട കുറച്ച് ആപ്സ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇമേജ് എഡിറ്റിങ്ങിൽ ക്രോപ്പ് എന്താ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് റിമൂവർ നമ്മൾ പറഞ്ഞു. പിന്നെന്താ, യൂസിങ് മോക്കപ്പ് ഫ്രെയിം ഇൻ അഡ്വാൻസ് ഇമേജ് എഡിറ്റിംഗ്. മോക്കപ്പ് ഇതൊരു ആപ്പാണ്. മോക്കപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മോക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോവാണ്. ആർക്ക്, ഇവിടെ നമ്മുടെ ക്ലയൻറ്റിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പ്രസൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ ക്ലയൻറ്റിന് വേണ്ടത് ഒരു ബിൽ ബോർഡാണ്, ഒരു പരസ്യമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ ക്ലയൻറ്റിന് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ബിൽ ബോർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലൊരു പരസ്യമാണ് എൻ്റെ ക്ലയൻറ്റിന് എനിക്ക് ചെയ്തു കൊടുക്കാനുള്ളത്.
അപ്പോൾ ക്ലയൻറ്റ് എനിക്ക് എന്ത് ചെയ്തു, അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ തന്നു, ഞാൻ ഒരു പോസ്റ്റർ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഞാൻ ക്ലയൻറ്റിന് പ്രസൻറ്റ് ചെയ്യണം. ഇതുപോലെ ബിൽ ബോർഡുമ്പോൾ വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ക്ലയൻറ്റിന് പ്രസൻറ്റ് ചെയ്യണം. ഇത് നോർമലി നമ്മളിങ്ങനെ വെക്കുന്നതിനുണ്ടല്ലോ, അതിനെയാണ് മോക്കപ്പ് എന്ന് പറയുക. അതായത് ഓൾറെഡി ഒരു ബിൽ ബോർഡ് ഉണ്ടാവും, ആ ബിൽ ബോർഡിലോട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത ഡിസൈന് നമ്മൾ ആ ബിൽ ബോർഡിലോട്ട് ഇട്ടാൽ അത് ഫിറ്റായിട്ട് നിൽക്കും. മനസ്സിലായോ? അതിനെയാണ് എന്തെന്ന് പറയുന്നത്, മോക്കപ്പ് എന്ന് പറയുന്നത്. അത് ബിൽ ബോർഡ് മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് കപ്പിന്, ടീഷർട്ടിന്, ഇപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു ഡിസൈൻ നമ്മൾ ഒരു ടീഷർട്ട് നമ്മൾ ഫിറ്റായി നിൽക്കണം, അതിന് മോക്കപ്പ്, ടീഷർട്ടിൻ്റെ മോക്കപ്പ് ഉപയോഗിക്കാം. മനസ്സിലായോ? മോക്കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? അതുപോലെ ഇപ്പോൾ നിങ്ങൾ ഡിസൈൻ ചെയ്തൊരു ലോഗോ ഞാൻ നേരത്തെ ഇവിടെ കാണിച്ചിരുന്നില്ലേ, ഇതൊരു മോക്കപ്പാണ് ആക്ച്വലി. ഇത് ഫോട്ടോഷോപ്പിൽ ചെയ്താണ്. ഈ മോക്കപ്പിനെ കുറിച്ച് നമ്മൾ ഫോട്ടോഷോപ്പിലും പഠിക്കുന്നുണ്ട്, മോക്കപ്പ് എന്താണെന്നുള്ളത്. ഇത് കണ്ടോ, ഇത് ഇവിടെ ഞാൻ വെച്ചത്, ഞാനൊരു ലോഗോ ഡിസൈൻ ചെയ്തതാണ്. ഈ ഡിസൈൻ ചെയ്ത ലോഗോ ഞാൻ എന്താ ചെയ്തത്, ഞാനിവിടെ വെച്ചതാണ്. ശരിക്കും ഇവിടെ ഈ ലോഗോ ഇല്ല, ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചതാണ് ഈ ലോഗോ ഇവിടെ. മനസ്സിലായോ? അതിനെയാണ് മോക്കപ്പ് എന്ന് പറയാം. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞുതരാം. അതിന് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, മോക്കപ്പ് സെപ്പറേറ്റ് ആപ്പാണ് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഒരു ഇമേജ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഏതാണോ ഡിസൈൻ ചെയ്തത് ആ ഡിസൈൻ ചെയ്ത ഇമേജ് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം എക്സ്പോർട്ട് ചെയ്യുക ഇമേജ് ആക്കിയിട്ട്. ആ എക്സ്പോർട്ട് ചെയ്ത ഇമേജ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് തന്നെ കൊണ്ടുവന്നിടുക, ഇവിടെ വന്ന് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അപ്ലോഡ് ചെയ്ത ഇമേജ് നിങ്ങൾ എന്ത് ചെയ്യണം, മോക്കപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഇമേജ് ഇവിടെ കിട്ടുന്നില്ല. അപ്പം ഞാൻ ഈ ആനന്ദത്തിൻ്റെ പോസ്റ്റർ ഇതെടുക്കും. ഈ ആനന്ദത്തിൻ്റെ പോസ്റ്റർ ഞാൻ മോക്കപ്പായിട്ടൊരു ബിൽ ബോർഡിൽ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇമേജ് സെലക്ട് ചെയ്യുക, എഡിറ്റിൽ പോവുക, ഏറ്റവും താഴെ വരിക, ആപ്സിൽ ഉണ്ടാവും മോക്കപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ മോക്കപ്പ് ഉണ്ട്. വേണ്ട, ഈ മോക്കപ്പ് ഇത് ഈ ഭാഗം ഉണ്ടാവും. ഇവിടെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പ്ലേസ് ചെയ്യാനുള്ളത്. വീഡിയോസിൽ മോക്കപ്പ് ആഡ് ചെയ്യാം. വേണ്ട, വീഡിയോസിൽ ഒന്നുമില്ല, നമ്മളിത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, ഈ സാധനം ആ വീഡിയോൻ്റെ ഉള്ളിൽ വരും ഓട്ടോമാറ്റിക്കലി AI ഉപയോഗിച്ച്. അത്രയ്ക്ക് അഡ്വാൻസ് ആണ് ക്യാൻവ എന്ന് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടത്, നമുക്കൊരു ബിൽ ബോർഡല്ല വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഔട്ട്ഡോറിൽ ബിൽ ബോർഡ്, ഇതാ ഒരു ബിൽ ബോർഡ്, ഈ ബിൽ ബോർഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളോട് ചോദിച്ചു എത്രത്തോളം ഇതിലാണ് ഇത്, അവിടെ ഒരു ബിൽ ബോർഡിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട്. ആ ബിൽ ബോർഡിൻ്റെ സൈസിൽ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഇവിടെ അപ്ലൈ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ കൊടുത്തു. സ്മാർട്ട് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അത് ക്രോപ്പായിട്ട് നിൽക്കും. ഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് അതിൽ ഫിറ്റായി നിൽക്കും. ഫില്ല് എന്ന് പറഞ്ഞാൽ അത് ഫില്ലായിട്ട് നിൽക്കും. ഓക്കെ, സ്മാർട്ട് ക്രോപ്പ് ഉണ്ട്, അതന്നെ എന്ത് ചെയ്യും, സ്മാർട്ടായിട്ട് ആ കാര്യത്തിനെ ക്രോപ്പ് ചെയ്യും. ഇനി ഇവിടെ അലൈൻമെൻറ്റ് ഉണ്ട്, ടോപ്പിലാണോ റൈറ്റിലാണോ മിഡിലാണോ എന്നുള്ള അലൈൻമെൻറ്റ് ഉണ്ട്. ഫ്ലിപ്പ് ഉണ്ട്. ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, തിരിഞ്ഞാണോ മറിഞ്ഞാണോ വേണ്ടതെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചത്. നമുക്ക് നോർമൽ നമ്മൾ ഇട്ട പോലെ തന്നെ മതി. ഇവിടെ അപ്ലൈ ചേഞ്ചസ് കൊടുത്താൽ കണ്ട ആനന്ദത്തിൻ്റെ പോസ്റ്റർ ഇവിടെ വന്നത് കണ്ടോ, ഒരു ബിൽ ബോർഡിൽ വന്നത് കണ്ട്. ഇത് ആക്ച്വലി ഒരു ബിൽ ബോർഡ് അല്ല അല്ലേ. ആനന്ദത്തിൻ്റെ പോസ്റ്റർ ഇവിടെ വന്നത് കണ്ടോ. നമ്മൾ എന്തെങ്കിലും ചെയ്തോ, ഇവിടെ നമ്മളിവിടെ അഡ്വാൻസ് എഡിറ്റിംഗ് എന്തെങ്കിലും ചെയ്തോ, സിമ്പിളായിട്ട് ആനന്ദത്തിൻ്റെ പോസ്റ്റർ ഇവിടെ വന്നത് കണ്ടോ. അപ്പം ഞാനാണ് ആനന്ദത്തിൻ്റെ പോസ്റ്റർ ഉണ്ടാക്കിയ ആൾ നോക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്യുക, എൻ്റെ ക്ലയൻറ്റിന് കൊടുക്കുക. ഇങ്ങനെ ആയിരിക്കും നമ്മളെന്ത് ഇത് പ്രസൻറ്റ് ചെയ്താൽ, നമ്മൾ ഇങ്ങനെ ആയിരിക്കും ഇത് റോട്ടിൽ ഒട്ടിച്ചാൽ, ബിൽ ബോർഡായിട്ട് നമ്മൾ ഫ്ലെക്സ് അടിച്ചാൽ ഇതിങ്ങനെ ആയിരിക്കും വരിക എന്ന് പറഞ്ഞ് ഞാൻ ക്ലയൻറ്റിന് കാണിച്ചു കൊടുക്കണ്ടേ. ഓക്കെ, അതിനാണ് മോക്കപ്പ് നമ്മൾ എന്തായാലും യൂസ് ചെയ്യണം. മോക്കപ്പ് നമ്മൾ പ്രസൻറ്റേഷന് യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളൊരു ലോഗോ ഒക്കെ യൂസ് ചെയ്യാണ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, നമ്മൾ ക്ലയൻറ്റിന് അങ്ങനെ പ്രസൻറ്റ് ചെയ്ത് കൊടുക്കണം. ലോഗോ ആണ് ഇങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞിട്ട്. നമുക്ക് മോക്കപ്പ് ഒന്നും കൂടി ഇഷ്ടം പോലെ മോക്കപ്പ് ഉണ്ട് കേട്ടോ. ഇമേജ് മോക്കപ്പ് ഉണ്ട്, വീഡിയോ മോക്കപ്പ് ഉണ്ട്. മോക്കപ്പ് അങ്ങനെ എടുക്കാറില്ല. ഇമേജ് സെലക്ട് ചെയ്യുക, എഡിറ്റിൽ പോവുക, മോക്കപ്പിൽ പോവുക. ഇവിടെ മൊബൈൽ ഫോൺ ഉണ്ട്. മൊബൈൽ ഫോൺ എന്തിനാ, അപ്പോൾ നിങ്ങളൊരു സോഷ്യൽ മീഡിയ പോസ്റ്റർ എഡിറ്റ് ചെയ്തു, ഒരു ഫേസ്ബുക്കിൻ്റെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഏതെങ്കിലും മൊബൈൽ ഫോൺ എഡിറ്റ് ചെയ്താൽ, മൊബൈൽ ഫോൺ ക്ലിക്ക് ചെയ്താൽ ആ ഫേസ്ബുക്ക് പോസ്റ്റർ ഇതിൽ വരും, കറക്റ്റായിട്ട് ഇവിടെ ഫിറ്റായിട്ട് നിൽക്കും. അത് ഞാൻ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് മനസ്സിലാവില്ല. ഇനി നമുക്ക് ബേസിക് ആണല്ലോ ഇപ്പം നമ്മൾ പഠിക്കുന്നത്. അതായത് 3 സെക്ഷൻ ഉണ്ട്, ബേസിക്, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്. പിന്നെ അങ്ങോട്ട് തിയറി ക്ലാസ് ആണ്. ഈ ബേസിക്കിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട്. ആ പ്രാക്ടിക്കൽ ക്ലാസ് ഞാൻ ഈ മോക്കപ്പൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എങ്ങനെയാണ് അത് യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. കമ്പ്യൂട്ടർ ഉണ്ട്, ഫ്രെയിം ഉണ്ട്. ഫ്രെയിംസ് എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ല. ഇവിടെ ഈ എലമെൻസിലുള്ള ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എലമെൻസിലുള്ള ഫ്രെയിംസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഔട്ട്ഡോറിലുള്ളൊരു മോക്കപ്പ് ഇതാ, ഒരു ബിൽ ബോർഡ് ആടാ. ആ ബിൽ ബോർഡിൽ എന്തായി, നമ്മുടെ ആനന്ദത്തിൻ്റെ പോസ്റ്റർ ആ ബിൽ ബോർഡിൽ എന്തായി,
നമ്മുടെ ആനന്ദത്തിൻ്റെ പോസ്റ്റർ വന്നു. ഇത് ആക്ച്വലി ബിൽ ബോർഡ് സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടോടത്ത് ബിൽ ബോർഡ് വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാനുള്ള ഒരു ഓപ്ഷനാണ് അവരിങ്ങനെ തന്നത്. കണ്ടോ, നമ്മൾ ആനന്ദത്തിൻ്റെ പോസ്റ്റർ ആ ബിൽ ബോർഡിൽ വന്ന് കണ്ടോ, സിമ്പിളായിട്ട് വന്ന് കണ്ടോ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കെ, മോക്കപ്പ് ഞാൻ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ഇത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ലോ, പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. മോക്കപ്പ് എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം, മോക്കപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എക്സാമ്പിൾ ഓഫ് എ മോക്കപ്പ്, പുട്ട് എ ലോഗോ ഇൻ ടു ബിസിനസ് കാർഡ്, വെബ്സൈറ്റ്, ലാപ്ടോപ്പ് സ്ക്രീന്. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കാണിച്ചല്ലോ. ഇനി നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് ഉണ്ട്. ലെസൺ 3ൻ്റെ അസൈൻമെൻറ്റ്, ഇത് ലെസൺ 4 ആണ്. ലെസൺ 4ൻ്റെ അസൈൻമെൻ്റ് ആണ്. ഒരു യൂട്യൂബ് തംബ്നെയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം ഫ്രം സ്ക്രാച്ച് എന്ന് സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ നിന്ന് ഒരു യൂട്യൂബ് തംബ്നെയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ സൈസ് എത്ര സൈസിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു യൂട്യൂബ് തംബ്നെയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ഇനി ലെസൺ 5 എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ആൻഡ് ആനിമേഷൻ ഇൻ ക്യാൻവ. ഈ ആനിമേഷൻ നമ്മൾ ഓൾറെഡി ലെസൺ 2 എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ. ഡിസൈനിങ് എ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇൻ ക്യാൻവ. സോഷ്യൽ മീഡിയ പോസ്റ്റ് ക്യാൻവയിൽ ഡിസൈൻ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഷുഡ് ബി ഐ ക്യാച്ചിങ് ആൻഡ് ഈസി ടു റീഡ്. സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് പറയുന്നത് അത് ഐ ക്യാച്ചിങ് ആയിരിക്കണം, പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും, കാണുന്ന ആൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റണം. അതെന്തുകൊണ്ട് ഐ ക്യാച്ചിങ് ആണെന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇഷ്ടംപോലെ കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പോസ്റ്റർ, ഇപ്പോൾ നമ്മളൊരു ക്ലയൻറ്റിന് ഒരു പോസ്റ്റർ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അയാൾക്ക് അത് വെറുതെ ആവരുതല്ലോ. കാണുന്ന ആളുകൾ എന്ത് ചെയ്യണം, നോക്കി നിൽക്കണം. മനസ്സിലായി, കാണുന്ന ആളുകൾ അത് നോക്കി നിൽക്കണം, അത്ര ഐ ക്യാച്ചിങ് ആയിരിക്കണം. പിന്നെ ഇവിടെ ബെസ്റ്റ് ഡയമെൻഷൻസ് ഫോർ ദ സോഷ്യൽ മീഡിയ പോസ്റ്റർ എന്ന് തന്നിട്ടുണ്ട്. ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈസ്. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് 1080 to 1080 പിക്സൽസ് കൊടുക്കാം. ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഓർ റീലിന് 1080 to 1920 പിക്സൽസ് കൊടുക്കാം. ഫേസ്ബുക്ക് പോസ്റ്റ്, യൂട്യൂബ് തംബ്നെയിൽ, ലിങ്ക്ഡിൻ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സൈസാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഹൗ ടു ക്രിയേറ്റ് എ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇൻ ക്യാൻവയിൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ക്രിയേറ്റ് ചെയ്യാൻ ഡിസൈൻ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുക, പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ആഡിങ് ആനിമേഷൻ ടു യുവർ ഡിസൈൻ. നമ്മളെ ഡിസൈനിലോട്ട് എങ്ങനെയാണ് ആനിമേഷൻ ആഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇത് ലെസൺ 2 നമ്മൾ എടുത്തതാണ്. എങ്ങനെയാണ് ആനിമേഷൻസ് ആഡ് ചെയ്യുക എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ലെസൺ 2 എടുത്തതാണ്. ഇനി ക്രിയേറ്റിംഗ് എ സോഷ്യൽ മീഡിയ കാരോസൽ പോസ്റ്റ്. ഈ കാരോസൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതും കൂടി ഉള്ളൂ നമുക്ക് ഇതിലെടുക്കാൻ. കാരോസൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയ കാരോസൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കാരോസൽ പോസ്റ്റും ഞാൻ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ചെയ്ത് കാണിച്ചു തരാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് കണ്ട, അതായത് കാരോസൽ പോസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്വൈപ്പിംഗ് പോസ്റ്റ് ഇടൂലേ, ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാൻ ഒന്ന്, പിന്നെ സ്വൈപ്പ് ചെയ്ത് ഇടൂലേ, ആ സ്വൈപ്പ് ചെയ്തിടുന്ന പോസ്റ്റ് ഒരു ഒറ്റ സ്ട്രക്ചർ പോസ്റ്റ് ആയിരിക്കും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് കാരോസൽ പോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഫോട്ടോ സ്വൈപ്പ് ചെയ്തു, ഈ സ്വൈപ്പ് ചെയ്തതിൻ്റെ ബാക്കിയാണ് ഇങ്ങോട്ട് സ്വൈപ്പ് ആവുന്നത്, അതിൻ്റെ ബാക്കിയാണ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുന്നത്. അങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഇടുന്നതിനെയാണ് കാരോസൽ പോസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. കണ്ടാ, ഇതൊരു കാരോസൽ പോസ്റ്റാ, കണ്ടാ, കാണുന്നില്ലേ? അതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോകുന്നുണ്ടോ? ആ ഡിസൈൻ നമുക്ക് എടുത്തു നോക്കാം. കണ്ടോ, ഇതൊരു ഇമേജ്, ഫസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ, നമ്മൾ 5 ഫോട്ടോ ഒപ്പാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ, അതിൻ്റെ ബാക്കി, മൂന്നാമത്തെ. കണ്ട, ഇതിങ്ങനെ ഒരു സ്വൈപ്പ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് കാരോസലായിട്ട് പോകുന്നതിനെയാണ് കാരോസൽ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ഞാനത് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. കാരോസൽ പോസ്റ്റ് എന്താണ്, അതിന് ഞാൻ ടെംപ്ലേറ്റ് ഇവിടെ ഉണ്ട്. കാരോസൽ പോസ്റ്റിൻ്റെ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ക്ലാസ് കഴിയുമ്പോൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് കാരോസൽ പോസ്റ്റ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഒന്നും കൂടി മനസ്സിലാക്കണം നിങ്ങൾ. കാരോസൽ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റയിൽ 5 പോസ്റ്റ് അടുപ്പിച്ചിടും. ആ 5 പോസ്റ്റ് സെപ്പറേറ്റ് ആവാതെ ആ 5 പോസ്റ്റും തമ്മിൽ ഒരു കണക്ഷൻ, ഒരു സിംഗിൾ സ്ട്രക്ചർ പോസ്റ്റിനെ നമ്മൾ 5 ആക്കി കട്ട് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിടുന്നതിനാണ് കാരോസൽ പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കാരോസൽ പോസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സ്ലൈഡ് ഷോ പോലെയാണ് കാരോസൽ പോസ്റ്റ് ഉണ്ടാവുക, അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത
പ്രാക്ടിക്കൽ സെക്ഷനിൽ എടുക്കാം. ഈ ഒരു അസൈൻമെന്റ് ഉണ്ട്, ക്രിയേറ്റ് ആൻ ആനിമേറ്റഡ് സ്റ്റോറി. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആനിമേറ്റഡ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അസൈൻമെന്റ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 3 അസൈൻമെന്റ് ആണ് നിങ്ങൾക്ക് ഇന്ന് ചെയ്യാനുള്ളത്. ഒന്ന് ലെസൺ 3th ആനിമേഷൻ ലെസൺ 3th അസൈൻമെന്റ്. ലെസൺ 3ൽ എന്താ അസൈൻമെന്റ്? ക്രിയേറ്റ് എ സിമ്പിൾ ബിസിനസ് കാർഡ്. ഫോണ്ടും കളറും ചൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ടോട്ടൽ 4 അസൈൻമെന്റ് ഉണ്ട്. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യണം. കളറും ഫോണ്ടും യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു 5 കോമ്പിനേഷൻ നിങ്ങൾ എന്തായാലും ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ബിസിനസ് കാർഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. സിമ്പിൾ ബിസിനസ് കാർഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലെസൺ 4th അസൈൻമെന്റ് ആണ്, ഒരു യൂട്യൂബ് തംബ്നെയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഫ്രം ദ സ്ക്രാച്ച് ആണ്, ബിഗിനിങ് തൊട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ലെസൺ 5ൽ വരുന്ന അസൈൻമെന്റ് ആണ്, ഒരു ആനിമേറ്റഡ് സ്റ്റോറി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഈ ഞാൻ പറഞ്ഞ അസൈൻമെന്റിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞതാണ്, ലെസൺസ് എടുത്ത് കഴിഞ്ഞതാണ്. ഈ ആനിമേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ലെസൺ 2ൽ കംപ്ലീറ്റ് ചെയ്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ എന്തെന്ന് പറഞ്ഞത്, ബേസിക് ലെവൽ ക്യാൻവ എന്ന് പറയുന്നത്. ബേസിക് ലെവൽ മീൻസ് നമ്മൾ ബേസിക് ഇന്റർമീഡിയറ്റ് അഡ്വാൻസ് എന്നുള്ള രീതിക്കാണ് ക്യാൻവ പഠിക്കുന്നത്. അതിൽ നമ്മൾ 5 ചാപ്റ്ററാണ് ബേസിക് ലെവൽ ക്യാൻവയിൽ വരുന്നത്. ആ 5 ചാപ്റ്റർ അല്ല, ലെസൺസ്. ഈ 5 ലെസൺസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാനുള്ളത് എന്താ? ഈ ബേസിക് ലെവൽ ക്യാൻവൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിന് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും, ഫേസ്ബുക്കിന് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും, ലിങ്ക്ഡിന് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ടോട്ടൽ 3 പോസ്റ്റ് നമ്മൾ സോഷ്യൽ മീഡിയക്ക് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ഇവിടെ എത്ര ഉണ്ട്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? പ്രാക്ടിക്കൽ സെക്ഷനിൽ നമ്മൾ ആദ്യം ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് 3 സെപ്പറേറ്റ് ഞാൻ ഉണ്ടാക്കിയതല്ലാതെ നിങ്ങൾ സെപ്പറേറ്റ് നിങ്ങൾ അതിൽ ക്രിയേറ്റ് ചെയ്യണം. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രാക്ടിക്കൽ സെക്ഷനിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇതുവരെ എടുത്ത ക്ലാസ് നിങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കാണാം. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഇപ്പോൾ ഇമേജ് എഡിറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ ക്ലാസ് കണ്ടിട്ട് ഇനിയൊരു വർക്ക് വരുമ്പോൾ ചെയ്യുക എന്ന് കരുതി നിൽക്കരുത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ അസൈൻമെൻറ്റ് തന്നില്ലേ, ആ അസൈൻമെൻറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ എല്ലാത്തിലും വർക്ക് ചെയ്യുന്ന അസൈൻമെൻറ്റ്, അതായത് ഇപ്പോൾ ഇമേജ് എഡിറ്റിങ്ങിലും അതുപോലെ എല്ലാത്തിലും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു അസൈൻമെൻറ്റ് നിങ്ങൾ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറഞ്ഞു. ഇപ്പോൾ യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇമേജ് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ മിസ്റ്റർ ബീസ്റ്റോ മലയാളത്തിലെ യൂട്യൂബ്, ഇപ്പോൾ നിങ്ങൾ അൺബോക്സിംഗ് ടൂർ അങ്ങനെ ആരെങ്കിലും യൂട്യൂബ് തംബ്നെയിലാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ അൺബോക്സിംഗ് ടൂറിൻ്റെ ഫോട്ടോ വേണ്ടി വരും. അപ്പോൾ അൺബോക്സിംഗ് ടൂറിൻ്റെ ഫോട്ടോത്തിന് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഫോട്ടോ നിങ്ങൾക്ക് വേറെ ആളെ ഗ്രാബ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ അസൈൻമെൻറ്റ് ഓരോന്നിട്ട് ക്രിയേറ്റ് ചെയ്യാൻ. അത് മാത്രമല്ല പിന്നെ നമുക്ക് എന്താണ് എടുത്ത കാര്യങ്ങൾ ഞാൻ ഈ ബേസിക് ലെവലിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് മാത്രമാണ് ഇൻ്റർമീഡിയറ്റിക്ക് നിങ്ങൾ കയറാൻ പാടുള്ളൂ. നിങ്ങളിതെല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് 100 വട്ടം നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പ് വരുത്തണം. കാരണം ഇൻ്റർമീഡിയറ്റിൽ ഇനി നമ്മൾ എന്ത് ചെയ്യില്ല? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയില്ല. ഇൻ്റർമീഡിയറ്റിൽ ഇനി ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു, പെർഫെക്റ്റ് ആണ്. ഓക്കെ, ഈ ബേസിക് കാര്യങ്ങൾ ഞാൻ ക്യാൻവയിൽ പെർഫെക്റ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം പഠിച്ച് പെർഫെക്റ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ബേസിക് ലെവൽ ക്യാൻവ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.